ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മളിൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ഡം പുറത്തേക്ക് വന്ന് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസുമായിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടായി ഇംപ്ലാന്റേഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ലൈനിങ്ങിൽ വന്നിട്ട് ഈ എംബ്രിയോ അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം ലൈനിങ്ങിൽ വന്നിട്ട് ഒരു എംബ്രിയോ അറ്റാച്ച് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഒരുപാട് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഒരുപാട് ഹോർമോൺസ് നോർമലി ഉണ്ടായിരുന്ന ലെവലിനേക്കാളും കുറച്ചും കൂടി കൂടും. ചിലതൊക്കെ പുതിയതായിട്ട് ഓരോ ഹോർമോൺസ് ഡെവലപ്പ് ആവുകയുമാണ് ചെയ്യാറ്. ഇങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, അതായത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയി ആ ഒരു യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന സമയത്ത് ചില സ്ത്രീകളിൽ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ 4 ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് ഒരു പ്രഗ്നൻസി ലക്ഷണം കണ്ടു തുടങ്ങുന്നതിനേക്കാളും വളരെ വേഗത്തിലായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് വേറെ ക്ഷീണം പോലെ അനുഭവപ്പെടുക, ഈ എല്ലാ ലക്ഷണങ്ങളെല്ലാം നമുക്ക് കണ്ടു തുടങ്ങുന്നതിനേക്കാളും വളരെ മുൻപായിട്ട് കാണപ്പെടുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെയാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സിംറ്റംസ് എന്നൊരു ടേം കൊണ്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മളൊരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു 28 ദിവസം ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീക്ക് 20ാമത്തെ ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ആ ഒരു 20ാമത്തെ ദിവസം മുതലായിരിക്കും ഇംപ്ലാന്റേഷൻ നടന്ന് തുടങ്ങുന്നത്. അതുപോലെ ഒരു 30 ദിവസം ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീക്ക് 22ാമത്തെ ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 32 ദിവസമാണ് ഇപ്പോൾ ഒരു പീരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത് എങ്കിൽ 24ാമത്തെ ദിവസം മുതലായിരിക്കും നമുക്കവിടെ ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. നമുക്ക് എന്നാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്, ആ ഒരു എക്സ്പെക്റ്റഡ് ഓവുലേഷൻ ഡേറ്റിൽ നിന്ന് 6 to 12 ഡേയ്സിൽ 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതും 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും. അതിനുശേഷം നമുക്ക് കണ്ടുവരുന്നതെല്ലാം ചിലപ്പോൾ PMSൻ്റെ ലക്ഷണങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ തന്നെയും ആയിരിക്കാം. പക്ഷേ ഇംപ്ലാന്റേഷൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു, നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ചായി, അതിനുശേഷം കാണുന്ന ലക്ഷണങ്ങളാണ് ഇംപ്ലാന്റേഷൻ ലക്ഷണങ്ങൾ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ ലക്ഷണം, ഏറ്റവും കൂടുതൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു ഇംപ്ലാന്റേഷൻ ലക്ഷണമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ഡിപ്പ്. ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ഡിപ്പ്, നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ഡിപ്പ്. ഇതിനെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ താപനില, നമ്മൾ വേറെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതിന് മുൻപുള്ള ഒരു ബേസൽ ഫോമിലുള്ള നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു രീതിക്കായിരിക്കും പോകുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം. ദെൻ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഒരു ടെമ്പറേച്ചറിൽ ഒരു ഡിപ്പ് ഉണ്ടാകും. ഡിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡിക്രീസ്, ഒരു കുറച്ചിൽ അവിടെ ഉണ്ടാകും. ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്താണ്. ദെൻ അതിന് ശേഷം ആ ഒരു ഇംപ്ലാന്റേഷൻ ഡിപ്പ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ ആ ഗ്രാഫ് ഉയർന്ന് നോർമലി പോകുന്ന രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. സാധാരണയായിട്ട് ഈ ഒരു ഇംപ്ലാന്റേഷൻ ഡിപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് ചാർട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കയിൽ കിടന്നുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വേറെ ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ശരീര താപനില എത്രയാണോ അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പേപ്പറും പേനയും ഒരു തെർമോമീറ്ററും നമ്മുടെ സൈഡിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ള തെർമോമീറ്റർ അപേക്ഷിച്ച് ഒരു ഡിജിറ്റൽ തെർമോമീറ്ററാണ് നല്ലത്. അത് നമ്മുടെ കക്ഷത്തിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ കേട്ടോ. അവിടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനൊരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങൾ നിങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡേയിൽ ഒരു ഡിപ്പ് നമുക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ ഒരു 0.4 ഡിഗ്രി സെൽഷ്യസിൻ്റെയോ
ചില റെയർ ആയിട്ടുള്ള കേസുകളിൽ 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒക്കെ വ്യത്യാസം നമുക്ക് ഉണ്ടാകും. എല്ലാ സമയത്തും നോർമലി പോകുന്ന ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആ ഒരു സമയം ഒരു ഇംപ്ലാന്റേഷൻ സമയമാകുമ്പോൾ ഒരു ഡിപ്പ് നമുക്ക് അനുഭവപ്പെടും. ഇത് നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ബോഡി വേറൊരു ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് മുൻപായിട്ട് ടെമ്പറേച്ചർ എത്രയാണോ അത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഈവൻ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചർ വേണം നമ്മൾ എടുക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് മുൻപ് എടുക്കുന്ന ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. അത് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ്ങും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും. ഈ ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് ആ ഒരു എംബ്രിയോ അറ്റാച്ച് ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊക്കിളിന് കീഴ്പോട്ട്, ചിലപ്പോൾ നാഭിയുടെ ആ കീഴ്പോട്ടുള്ള ഭാഗത്തോ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് ഒരു പെയിൻ അനുഭവപ്പെടാം. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഇത് വന്ന് അറ്റാച്ച് ആകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിലായിരിക്കും ഉണ്ടാകുന്നത്. വളരെ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഒരു പാഡ് പോലും ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. അങ്ങനെയുള്ള സ്പോട്ടിംഗ് ആയിരിക്കും. ചിലപ്പോൾ ചില ഏതാനും മണിക്കൂറുകളോ ചിലവരിൽ ഒരു ദിവസം വരെയോ ഇടവിട്ടായിരിക്കും ഇത് ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ ആയിരിക്കില്ല. ഭയങ്കരമായിട്ടും ക്ലോട്ട്സ് ഒക്കെ ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഒന്നും ആയിരിക്കില്ല. നമുക്ക് നൈസായിട്ടുള്ള ലൈറ്റായിട്ടുള്ള കളറിലുള്ളതോ അല്ലെങ്കിൽ ചിലർക്ക് ബ്രൗൺ ആയിട്ടുള്ളതാണെങ്കിൽ കൂടി തന്നെയും ഇടയ്ക്ക് വെച്ച് തന്നെ അങ്ങോട്ട് നിന്ന് പോകുന്ന ടൈപ്പിലുള്ള ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതെല്ലാ സ്ത്രീകളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 30% സ്ത്രീകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് ഫീൽ ചെയ്യുകയുള്ളൂ, അതുപോലെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഫീൽ ചെയ്യുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തതായിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ബിസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റിയൊന്നും ബോധറായിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തിരക്കിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് നെഗ്ലക്ട് ചെയ്ത് വിടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾ ഇത് നോട്ടീസ് ചെയ്യാറില്ല. പിന്നെ ഒരു 30% സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതൊരു സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ സിംറ്റമാണ് ബ്രസ്റ്റ് ചേഞ്ചസ്. നമ്മുടെ യൂട്രസ് ഒരു അമ്മയാകാനായിട്ട് തയ്യാറാകുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും ഓരോ സമയത്തും. ബ്രസ്റ്റിലോട്ട് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം കൂടെ ബ്രസ്റ്റിലെ ഓരോ സെൽസിനെയും ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാകും. അപ്പോൾ ബ്രസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രസ്റ്റിൽ ആ ചുറ്റുമുള്ള ഭാഗത്ത് ആ കറുപ്പ്, നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ ഡാർക്ക് കളറാകും. നിപ്പിളിന് ചുറ്റും ഇങ്ങനെ പിമ്പിൾസ് അല്ല, ഒരു ജസ്റ്റ് ഒന്ന് ഗൂസ് ബംസ് വരില്ലേ, അങ്ങനെ ഒരു ബംസ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഗൂസ് ബംസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്ന് പെട്ടെന്നൊന്ന് എന്താ പറയുക, നമ്മുടെ രോമമൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും ചുറ്റും ആ രോമത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു പൊങ്ങി ബമ്പ് പോലെ വരാറില്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാകും. ചിലർക്ക് അവിടെ ഒന്ന് എൻലാർജ് ആകുന്നത് പോലെ തോന്നും, അതായത് നമ്മുടെ സൈസ് ഒന്ന് വലുതാകുന്നത് പോലെ തോന്നും. ചിലർക്ക് ഭയങ്കര കല്ലപ്പും പെയിനും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ബ്രസ്റ്റും അതിനനുസരിച്ച് പ്രിപ്പയർ ആകുന്ന സമയത്ത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഇങ്ങനെയുള്ളൊരു ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്ന പ്രോസസ്സാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു അറ്റാച്ച് ആകുന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചില സ്ത്രീകളിൽ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ആ ഒരു യൂട്രസ് ഇരിക്കുന്നതിൻ്റെ നേരെ ആ പുറകു ഭാഗത്തായിരിക്കും നമുക്ക് ഒരു വേദന ഉണ്ടാകുന്നത്. ഇത് അറ്റാച്ച് ആകുന്നതിൻ്റെ പ്രോസസ്സ് മൂലമാണ് നമുക്ക് ആ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. അതും ഇംപ്ലാന്റേഷൻ ക്രാംപ്സ് പറഞ്ഞതുപോലെ തന്നെ വളരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെയിൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ഒരിക്കലും ഹെവി ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കില്ല. വളരെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട തരത്തിലുള്ള ഒരു പെയിനൊന്നും ആയിരിക്കില്ല. ഇടയ്ക്ക് വരും പോകും അങ്ങനെയുള്ള പെയിൻ ആയിരിക്കും. ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ചിലവർക്ക് ഒരു ദിവസമൊക്കെ ഈ പെയിൻ ഉണ്ടാകും. പിന്നെ നമുക്ക് യൂട്രസ് വളരുന്നതിനനുസരിച്ചിട്ട് എന്തായാലും ബാക്ക് പെയിനൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇംപ്ലാന്റേഷൻ്റെ ലക്ഷണങ്ങൾ. ഇതിന് ശേഷം നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോണൊന്ന് നല്ലപോലെ കൂടിയിട്ട് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവലൊക്കെ അതിനനുസരിച്ച് ഉയർന്നിട്ട് കാണുന്നതായിരിക്കും ബാക്കിയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ. അതായത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നാം, നമ്മൾ വോമിറ്റ് ചെയ്യാം, നമ്മൾ തല കറങ്ങി വീഴാം, നമ്മുടെ നെയിലിൽ ചേഞ്ചസ് ഉണ്ടാകും, നമ്മുടെ ഹെയറിൽ ചേഞ്ചസ് ഉണ്ടാകും, നമ്മുടെ കാലിന് വേദന ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക്
ഉണ്ടാകും. പക്ഷേ ഇംപ്ലാന്റേഷൻ പ്രഗ്നൻസി ലക്ഷണങ്ങളെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഇംപ്ലാന്റേഷൻ പ്രഗ്നൻസി ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.